ഹലോ ഇറ്റ്സ് മീ ലുബ്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു സ്മോൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ട്രാൻസ്ലൂസൻറ്റ് പേപ്പർ അല്ലെങ്കിൽ വെല്ലം ഷീറ്റിനൊക്കെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു വീഡിയോ തന്നെ തികച്ചും എൻ്റെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ. അതൊന്നുമല്ല, നമ്മൾ അത്രയും സമയമെടുത്ത് വീഡിയോ ചെയ്യുന്നതല്ല. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുന്നതിലും നല്ലത് പിന്നെ നിങ്ങൾ വീഡിയോ തന്നെ ഒന്നും കൂടെ വാച്ച് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം അതിന് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുപോലെ വെല്ലം ഷീറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റുക, അത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രിൻറ്റിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ഇതുപോലുള്ള പേപ്പേഴ്സ് നമുക്ക് എവിടെ കിട്ടുക എന്നുള്ളതാണ്. അത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ്. ഓൺലൈനിൽ ഇപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേഷനറി ഷോപ്പ്, അങ്ങനെയുള്ള ഷോപ്പുകളും ക്രാഫ്റ്റ് സ്റ്റോർ, അങ്ങനെ ഇപ്പം ഈ സ്റ്റേഷനറി ഐറ്റംസ്, ബുക്ക്, ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ എല്ലായിടത്തും ഇത് കിട്ടണം എന്നില്ല. പക്ഷേ നമ്മളത് സെർച്ച് ചെയ്ത് തന്നെ നോക്കണം നമ്മുടെ നിയറസ്റ്റ് പ്ലേസിൽ എവിടെയാണിത് കിട്ടുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഷോപ്പുകളിലാണ് ഇത് ഉണ്ടാവുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ പേപ്പേഴ്സൊക്കെ ഉള്ള ഷോപ്പിൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കൂടുതൽ ഇതുപോലെ സ്റ്റേഷനറി അങ്ങനെയുള്ള ഷോപ്പുകൾ ഉണ്ടാവാറുണ്ട്. എജുമാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. പിന്നെ അതുപോലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ GSM ആണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ സെയിം അതായത് നമ്മുടെ ഒരു വെല്ലം ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ സെയിം തന്നെയാണ് ട്രേസിങ് പേപ്പർ എന്നും പറയും. ഈ ട്രേസിങ് പേപ്പർ എന്നും ട്രാൻസ്ലൂസൻറ്റ് വെല്ലം എന്നൊക്കെ പറയുന്നത് സെയിം നെയിം തന്നെയാണ്. സെയിം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ GSM മാറുമ്പോഴാണ് അതിൻ്റെ യൂസേജ് മാറുന്നത്. ട്രേസിങ് പേപ്പറും അതുപോലെ വെല്ലം പേപ്പർ അങ്ങനെ ആയിട്ട് രണ്ടായിട്ട് പറയുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ GSM ആണ്. അതായത് വളരെ തിന്നായിട്ട് നമുക്ക് കീറാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഈ ഒരു പേപ്പറാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ അതിന് ട്രേസിങ് പേപ്പർ എന്നാണ് പറയുക. അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ട്രേസ് ചെയ്യാൻ തന്നെ, ആ പേര് പോലെ തന്നെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ വേണ്ടി, പിന്നെ അതുപോലെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ട്രേസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. അത് വളരെ തിന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ലോണം അത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് അപ്പുറത്തുള്ള സാധനം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണുകയൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ട്രേസിങ് പേപ്പർ. പക്ഷേ ഈ ഒരു വെല്ലം പേപ്പറിന് ട്രേസിങ് പേപ്പർ എന്ന് പറയുന്നവരുണ്ട്. അപ്പം അതിൻ്റെ തിക്നെസ് നോക്കിയാൽ മതി. നമുക്കിപ്പം വെഡ്ഡിങ് കാർഡ്, ഇൻവിറ്റേഷൻ കാർഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യം തിക്നെസ് വേണം. ഒരുപാട് വേണം എന്നില്ല. ഒരു 110 GSM 120 GSM എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അത് ഇപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയാൽ മതി, അത് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ട്രേസിങ് പേപ്പറിൻ്റെ അതിൽ അത്രയും ട്രാൻസ്പാരൻ്റ് ആയിരിക്കില്ല. കമ്പാരിറ്റീവ്ലി ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും ട്രേസിങ് പേപ്പറിനെയും കാട്ടിലും. ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ ക്ലിയർ ആണ്, ട്രാൻസ്പാരൻ്റ് കാണുന്നുണ്ട്. പക്ഷേ അല്ലേന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനത്തെ ഒരു ഇത് കേട്ടോ. അങ്ങനെയാണ് ആ ഒരു പേപ്പർ ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നെ ഇത് നമ്മുടെ നോർമൽ പേപ്പറിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് പേപ്പർ നമ്മളെപ്പോഴും പ്രീമിയം കാർഡ്സിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. ആനിമൽസിൻ്റെ സ്കിന്ന് കുറച്ച് പ്രോസസ്സൊക്കെ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇപ്പം പ്ലാന്റ്സിൻ്റെ സെല്ലുലോസ് ഫൈബേഴ്സും ഒക്കെ അതിലൊക്കെ വെച്ചിട്ട് ആണത് ചെയ്തെടുക്കുന്നത്. അപ്പം കുറച്ച് നല്ല എക്സ്പെൻസീവാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത് ഈ പേപ്പറിന് ഇത്രയും റേറ്റൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ
പിന്നെ ഇതിൻ്റെ സൈസ് പല സൈസിൽ ഇത് അവൈലബിൾ ആണ്. A5, A4, A3, പിന്നെ അതുപോലെ വലിയ റോളായിട്ടൊക്കെ ഇത് കിട്ടും കേട്ടോ. അപ്പം പല സൈസിലും ഇത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് ഇതിലാണോ കിട്ടുന്നത് വിചാരിച്ചാൽ അത് വെച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വെഡ്ഡിങ് കാർഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് A4 സൈസ്, ഇപ്പം എൻവലപ്പ് ആണെങ്കിൽ A4 സൈസ് എങ്കിലും വേണം. പിന്നെ അതുപോലെ A3 ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യൂസാണ്. പിന്നെ A5 സൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എൻവലപ്പ് ആക്കി ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമുക്കത് ഇപ്പം ട്രാൻസ്പാരൻറ്റ് വെഡ്ഡിങ് കാർഡ്സ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ ട്രാൻസ്പാരൻ്റ് ആ ഒരു വെഡ്ഡിങ് കാർഡായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു വെല്ലം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിൽ ഇതുപോലെ ഫോട്ടോ വരുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ അതുപോലെ നമുക്കിതാ ഈ ഒരു പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എൻവലപ്പാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഫ്ലോറൽ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഇതുപോലെ A3 സൈസിൽ വരുന്ന ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമ്മുടെ വെല്ലം ഷീറ്റാണ്. അപ്പം ഇതുപോലെ നമുക്ക് A3 സൈസിലുള്ളതും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേസിംഗ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ, ശരിക്കുള്ള ട്രേസിംഗ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പ്രിൻ്ററിൽ സപ്പോർട്ടായിരിക്കില്ല ആ ഒരു പേപ്പർ. പക്ഷേ ഇതുപോലെ വെല്ലം ഷീറ്റ് നമുക്ക് പ്രിൻറ്റിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ വെല്ലം പേപ്പറിൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ക് ജെറ്റ് പ്രിൻറ്റിങ്ങും ചെയ്യാം, അതുപോലെ ലേസർ പ്രിൻറ്റിങ്ങും ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യാറുള്ളത് ലേസർ പ്രിൻറ്റിങ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെ പ്രിൻ്ററിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അതിൽ നിങ്ങൾക്ക് ആ ഒരു പേപ്പർ സപ്പോർട്ട് ആവുമല്ലേ എന്നുള്ളതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രിൻ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ഞാൻ ലേസർ പ്രിൻറ്റിങ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ലേസർ പ്രിൻറ്റിങ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാനത് എഡിറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പം വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു ഇൻവിറ്റേഷൻ കാർഡിനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുള്ള് പ്രിൻറ്റിങ് കഴിഞ്ഞ് ഫോൾഡിംഗ് ഒക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലുക്കാണ് ഞാനിപ്പം ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രിൻറ്റിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷീറ്റിൽ നമുക്ക് ഈ ഒരു ബോർഡർ ഡിസൈൻസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഏത് രീതിയിലാണ് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു A3 ഷീറ്റ് ഡോക്യുമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാനിതാ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഒന്ന് ഈ ഒരു കോർണറിലും പിന്നെ മറ്റേത് ഈ ഒരു കോർണറിലും ആയിട്ട് ഇതുപോലെ ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിനെ ജസ്റ്റ് അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഈ ഒരു മോഡലിലേക്ക് നമുക്ക് ചെയ്ത് കിട്ടും. അപ്പം ഇത് ഒരു മോഡൽ ഡിസൈനാണ് കേട്ടോ. അപ്പം ഇതിന് ശേഷം നമ്മൾ ആ ഒരു ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു മോഡലിലേക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ ഇതുപോലെ ഒന്നും കൂടെ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊസിഷൻ ഒന്ന് ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മളിതുപോലെ എന്താ പറയുക ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മോഡലിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് ഞാനിപ്പം A4ലാണ് ഇപ്പോൾ ആ ഒരു ഫ്ലോറൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു A3 ഷീറ്റിൽ നമുക്ക് രണ്ട് എൻവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ. അപ്പം ഒരു എൻവലപ്പിൻ്റെതാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പം അതിന് ശേഷം ഞാനിതാ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഒരു മോഡലിലേക്ക് നമുക്ക് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു A3 ഷീറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം എൻവലപ്പായിട്ട് നമുക്കൊരു A4 സൈസ് മതിയാവും കേട്ടോ. അപ്പം അത്യാവശ്യം വരുന്ന ഒരു കാർഡ് ഒരു A4 സൈസ് എങ്കിലും എൻവലപ്പിൻ്റെ സൈസ് വേണം ഏറ്റവും കുറഞ്ഞത് കേട്ടോ. അല്ലാത്തത് പിന്നെ അതിനും കുറച്ചും കൂടി വലുതായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ആ ഒരു സൈസിലുള്ളതാണ് ചെയ്തെടുക്കുന്നത്.
ഞാനിപ്പം നോർമലി ഒരു കാർഡ് സൈസ് ഏറ്റവും കുറഞ്ഞത് ചെയ്തെടുക്കുന്നത് ഒരു 15 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഒരു 21 സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന രീതിയിലാണ്. അപ്പോൾ അതിൽ വലുതാക്കിയിട്ടും ചെയ്യാം, പിന്നെ അതിനെ ചെറുതാക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ചെറുതായിരിക്കും. പിന്നെ നമ്മുടെ ഓരോ കാർഡിൻ്റെ ഡിസൈനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ സൈസ് വരിക. അപ്പം ഇത് ഞാനിപ്പോൾ ഒരു A3 ഷീറ്റിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വിഡ്ത്തൊക്കെ ഉള്ള കാർഡ്, കുറച്ചും കൂടെ വലിയ സൈസുള്ള കാർഡൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു രീതിയിൽ ആയിരിക്കും നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ A3 വെല്ലം ഷീറ്റാണ് നിങ്ങളടുത്തുള്ളത് എങ്കിൽ, പിന്നെ റോളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിലൊക്കെ ചെയ്യാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വെഡ്ഡിങ് കാർഡാണ് കേട്ടോ ഈ ഒരു മോഡൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ളത് ഞാൻ ലേസർ പ്രിൻറ്റിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു ലേസർ പ്രിൻറ്റിങ്ങിൽ ഇത് ഞാൻ അവരുടെ അടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രിൻറ്റിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആക്ച്വൽ സൈസും ഫിറ്റ് സൈസിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊരു ഫിറ്റ് സൈസിൽ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പം ലേസർ പ്രിൻറ്റിങ് വെച്ചിട്ട് ഒരു A3 ഷീറ്റ് ഇതിൽ പ്രിൻ്റ് ചെയ്താണ് കേട്ടോ. അപ്പം ചിലപ്പം എല്ലാ മെഷീനിലും ഈ ഒരു വെല്ലം ഷീറ്റ് സപ്പോർട്ട് ആവാറില്ല. അപ്പം നിങ്ങളുടെ നിയറസ്റ്റുള്ള പ്ലേസിൽ നിന്ന് അവരുടെ പ്രിൻ്ററിൽ ഇത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് നോക്കണം കേട്ടോ. കാരണം ചിലർ അവരുടെ ആ ഒരു മെഷീൻ പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പേപ്പേഴ്സിൽ മാത്രമൊക്കെ ഉള്ളൂ പ്രിൻറ്റിങ് ചെയ്യുള്ളൂ. എനിക്കും ഇവിടുന്ന് എല്ലാ ഷോപ്പിൽ നിന്നൊന്നും പ്രിൻറ്റിങ് ചെയ്ത് തരലില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പ്രിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഈ പ്രിൻറ്റിങ് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. ഇപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റിങ് ആണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിലെ ഉള്ളിലേക്കുള്ള കാർഡാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 4 എണ്ണമായിട്ടാണ് ഈ ഒരു കാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതും കൂടെ പ്രിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഇത് എനിക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട്, ഒരു അർജൻറ്റ് ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ പെട്ടെന്ന് വന്നപ്പം പിന്നെ ഏതായാലും എനിക്കൊരു ഫ്ലോറൽ വെല്ലം ഷീറ്റിൻ്റെ വീഡിയോ ചെയ്യാനുണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഇതുപോലെ ഞാൻ ക്യാൻവയിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ അടുത്ത് നിന്നാണ് അവരുടെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടാണ് അവർ തന്നെ ചെയ്തു തരാറാണ് കേട്ടോ. സൈസൊക്കെ സെറ്റ് ചെയ്ത് തരാറാണുള്ളത്. പിന്നെ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ വെല്ലം ഷീറ്റിനെ കുറിച്ചൊക്കെ തീർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് എന്തായാലും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കാം കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ ഇത് കണ്ടോ, ഞാൻ വേറൊരു മോഡൽ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ എനിക്ക് ഒരു കാർഡ് നമുക്ക് എൻവലപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഇതാ ഞാൻ ഇതുപോലെ ഒരു A3 ഷീറ്റിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു കാർഡ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇതിൽ എക്സ്ട്രാ പിന്നെ അവർക്ക് നമ്മുടെ ഇൻവൈറ്റീസിൻ്റെ നെയിം ആഡ് ചെയ്തിട്ടും ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് ലെറ്റേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം അതും പിന്നെ അല്ലാതെ നോർമൽ ഇൻവൈറ്റീസിൻ്റെ നെയിം കൊടുക്കാതുള്ളതും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രിൻ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളായിരുന്നു. ഇത് അവർക്ക് അവരുടെ ഒരു വെഡ്ഡിങ് തീമിൻ്റെ കളേഴ്സാണ് സെലക്ട് ചെയ്തത് കേട്ടോ. യെല്ലോ ബീച്ച് ആ ഒരു തീമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തീമിൽ തന്നെ വെഡ്ഡിങ് കാർഡും ചെയ്തെടുക്കാൻ പറഞ്ഞതായിരുന്നു. ഇത് ഫുള്ള് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാർഡും കാര്യങ്ങളും ഡിസൈനും ഒക്കെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാനിതുപോലെ നമ്മുടെ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാറുള്ളതൊക്കെ. അപ്പം
നമ്മുടെ സബ് ടൈറ്റിൽ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മളോട് ചോദിച്ച ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്നത് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പം അതിന് എനിക്ക് കുറച്ചൊരു സമയം വേണ്ടതുകൊണ്ടാണ് കേട്ടോ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത. ഒരുപാട് ഇപ്പം എന്താ വെച്ചാൽ എന്തൊക്കെയോ ആയിട്ട് ഫുള്ള് തിരക്ക് തന്നെയാണ്. കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടാനും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് യൂട്യൂബും കൂടെ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ചെറിയൊരു ലാഗിങ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയും ഇടയ്ക്കിടയ്ക്കൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കുറേ ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഒരു വെല്ലം ഷീറ്റ്. ഇത് നമ്മൾ പേപ്പർ കട്ടറിൽ അത്യാവശ്യം നല്ല നല്ല ഷാർപ്പായിട്ടുള്ള നല്ല പേപ്പർ കട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം കുറച്ച് നാരോ ആയിട്ടുള്ള ഷീറ്റാണല്ലോ കമ്പാരിറ്റീവ്ലി. നമ്മളിപ്പോൾ 300 GSM പേപ്പർ കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കണ്ട. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.